നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ സീസണിലെ അന്താരാഷ്ട്ര മത്സരങ്ങൾ കഴിഞ്ഞല്ലോ. ഇനി 2024-25 സീസൺ, ക്ലബ് സീസൺ കഴിഞ്ഞിട്ടേ വീണ്ടും അന്താരാഷ്ട്ര മത്സരങ്ങളുള്ളൂ. എന്ന് പറഞ്ഞാൽ ഏപ്രിലും മെയ്യിലും അന്താരാഷ്ട്ര മത്സരങ്ങളില്ല. ഇനി ജൂൺ മാസത്തിലേ ഉള്ളൂ. അപ്പോൾ നിലവിൽ 2026 വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ റൗണ്ട് മത്സരങ്ങൾ എല്ലാ മേഖലകളിലും പുരോഗമിക്കുകയാണ്. ഏറ്റവും അധികം കിരീട സാധ്യത ഇപ്പോൾ ആർക്കാണ്? goal.com അവരുടെ ഏറ്റവും പുതുക്കിയ ഫിഫ വേൾഡ് കപ്പ് പവർ റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ 16 ടീമുകളെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 16ാം സ്ഥാനത്തുള്ള ടീമിന് ഈ ലിസ്റ്റിൽ ഏറ്റവും കുറഞ്ഞ കിരീട സാധ്യത. അങ്ങനെയാണ് പവർ റാങ്കിങ് മുന്നോട്ട് പോകുക. നമ്മളത് പരിശോധിക്കുകയാണ് ആരൊക്കെയാണ് ഉള്ളത്. ഒന്നാമത് ആരാണ്? 16ാം സ്ഥാനത്ത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡ് ഇപ്പം ന്യൂ കാലിഡോണിയയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഓഷ്യാനിയ മേഖലയിൽ നിന്ന് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമാണ്. വലിയൊരു കിരീട സാധ്യതയൊന്നും സ്വാഭാവികമായിട്ടും അവർക്കാരും കണക്കാക്കുന്നുണ്ടാവില്ല. 15ാം സ്ഥാനത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്, USA. അവരുടെ നാട്ടിലാണ് അടുത്ത വേൾഡ് കപ്പ്. പക്ഷേ സമീപകാലത്ത് അത്ര മികച്ച ഒരു പ്രകടനമല്ല അവരിൽ നിന്ന് വരുന്നത് എന്നുള്ളത് നിരാശയുണ്ടാക്കുന്നതാണ്. ഏതായാലും 15ാം സ്ഥാനത്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. 14ാം സ്ഥാനത്ത് കാനഡ ഇതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ പോലെ തന്നെ ഹോസ്റ്റുമാരെന്ന നിലയ്ക്ക് വേൾഡ് കപ്പിന് യോഗ്യത നേടിയ ടീമാണ്. അവർക്ക് ചില മികച്ച താരങ്ങളുണ്ട് എങ്കിലും വേൾഡ് കപ്പ് കിരീടം എന്നുള്ളതൊക്കെ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റാത്തതായിരിക്കും. 13ാം സ്ഥാനത്താണ് ഇറാന് മെഹദി തരേമിയെ പോലുള്ള മികച്ച താരങ്ങളുണ്ടെന്നത് ശരിയാണ്. വേൾഡ് കപ്പിൽ ചില മികച്ച മത്സരങ്ങളൊക്കെ അവർ കളിച്ചേക്കാം, പക്ഷേ കിരീടത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. 13ാം സ്ഥാനത്താണ് ഇറാൻ ഓൾറെഡി വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അടുത്ത മെക്സിക്കോയാണ്, കോൺകകാഫിൽ നിന്നുള്ള ടീം മെക്സിക്കോ. അവരിപ്പം ഗോൾഡ് കപ്പ് അവർ നേടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ടുള്ള പോക്ക് അവർക്ക് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് കണ്ടറിയണം. എല്ലാ ടൂർണമെൻറ്റുകൾക്കും വലിയ പ്രതീക്ഷയോടുകൂടി വരുന്ന ടീമാണ്. പക്ഷേ വലിയ ഒരു ഇമ്പാക്റ്റ് അവർ അധികമൊന്നും നടത്താറില്ല എന്നുള്ളതും സത്യമാണ്. ബെൽജിയമാണ് 11ാം സ്ഥാനത്ത്. ബെൽജിയത്തിൻ്റെ ഗോൾഡൻ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിരീടം പോലും അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇത്തവണ അവർ എത്ര ദൂരം മുന്നോട്ട് പോകും എന്ന് നോക്കാം. 10ാം സ്ഥാനത്താണ് ബ്രസീലുള്ളത്. ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് സാധ്യതകൾ വളരെയധികം മങ്ങിയതായിട്ടാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത്. കോൺമബോളിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫയർ റൗണ്ടിൽ അവരിപ്പോൾ 4ാം സ്ഥാനത്താണ്. ഏറ്റവും ഒടുവിൽ അർജൻറ്റീനയിൽ നിന്ന് നല്ല പണി കിട്ടുകയും ചെയ്തിട്ടുണ്ട്. വേൾഡ് കപ്പ് യോഗ്യത അവർ നേടിയേക്കും, പക്ഷേ വേൾഡ് കപ്പിന് എത്തിയിട്ട് അവർ എത്രത്തോളം എന്നുള്ളത് കണ്ടറിയണം. 9ാം സ്ഥാനത്താണ് ജപ്പാൻ. ബ്രസീലിനേക്കാൾ കൂടുതൽ സാധ്യത ജപ്പാന് കണക്കാക്കുന്നു. പല എക്സ്പെർട്ടുകളും ആ രൂപത്തിൽ ഇപ്പോൾ ജപ്പാനെ കാണുന്നുണ്ട്. കാരണം അവരുടെ ഒരു പുരോഗതി അങ്ങനെയാണ് എന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ വേൾഡ് കപ്പിലും അവർ മോശമല്ലാത്ത പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നത് ഓർക്കുക. അടുത്തത് 8ാം സ്ഥാനത്ത് നെതർലൻഡ്സ്. ഇപ്പോൾ മികച്ച പെർഫോമൻസാണ് റൊണാൾഡോ കുമാൻ്റെ നെതർലൻഡ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലരും ഒരു ബിഗ് കണ്ടൻറ്റേഴ്സായിട്ട് അടുത്ത വേൾഡ് കപ്പിൽ നെതർലൻഡ്സിനെ കാണുന്നുണ്ട്. 7ാം സ്ഥാനത്താണ് ഇറ്റലി ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തിയിട്ടില്ല. ജർമ്മനിയോട് ഇരുപാദ മത്സരങ്ങളിൽ തോറ്റു പുറത്തായിരുന്നു. പക്ഷേ 2ാം പാദ മത്സരത്തിൽ അവർ സമനിലയൊക്കെ പിടിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വേൾഡ് കപ്പിന് യോഗ്യത കിട്ടിയിട്ടില്ല. അടുത്ത വേൾഡ് കപ്പിന് അവരുണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു. 7ാം സ്ഥാനത്താണ് അവരുള്ളത്. 6ാം സ്ഥാനത്ത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത വേൾഡ് കപ്പ് കൂടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ കിട്ടാത്ത കിരീടത്തിലേക്ക് CR7 അടുത്ത വേൾഡ് കപ്പ് പോകാൻ പറ്റുമോ കാത്തിരുന്ന് കാണണം. ഏതായാലും ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട്. ഇംഗ്ലണ്ട് ഇപ്പോൾ മികച്ച ടീമായിട്ട് വരുന്നു. മികച്ച ടാലൻറ്റ് അവരുടെ ടീമിനുണ്ട് എന്ന് മാത്രമല്ല തോമസ് ടൂഷേലിനെ കോച്ചാക്കി കൂടുതൽ മികവിലേക്ക് അവർ പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അവരെ വലിയ ഒരു കണ്ടൻറ്റേഴ്സായിട്ട് ഇത്തവണ വേൾഡ് കപ്പിന് എല്ലാവരും എണ്ണുന്നുണ്ട്. 4ാം സ്ഥാനത്താണ് ഫ്രാൻസ് ഉള്ളത്. കിലിയൻ എംബാപ്പയും മൈക്കൽ ഒലീസയും ഓസ്മാൻ ഡെംബലെയും ഒക്കെ ചേരുമ്പോൾ ലോകത്തൊരു ടീം ഇത്തവണയും ഫ്രാൻസിനുണ്ട്. എത്ര ദൂരം മുന്നോട്ട് എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. ദ്വിതീയ ദശാമിൻ്റെ അവസാന വേൾഡ് കപ്പ് മത്സരങ്ങൾ കൂടിയാകും വരാൻ പോകുന്നത്. 3ാം സ്ഥാനത്താണ് ജർമ്മനിയെ കണക്കാക്കുന്നത്. ജർമ്മനി ഇപ്പം വീണ്ടും മികവിലേക്ക് വരുന്നു എന്നതാണ് എല്ലാവരും വിലയിരുത്തുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളിൽ ഗ്രൂപ്പ് സ്റ്റേജ് പോലും കടക്കാൻ അവർക്കായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ ജമാൽ മുസിയാല പോലെയുള്ള മികച്ച താരങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പ്രതീക്ഷിക്കുന്നു. 2ാം സ്ഥാനത്താണ് സ്പെയിനുള്ളത്. സ്പെയിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മിന്നും ഫോമിലാണ് അവരിപ്പോൾ ഉള്ളത്. യൂറോ കപ്പിൽ അവർ കിരീടം ചൂടിയിട്ടുണ്ടായിരുന്നു. ലാമിൻ യമാൽ അടക്കമുള്ള യുവതാരങ്ങൾ, ലാമിൻ യമാലും നിക്കോ വില്യംസും അങ്ങനെയൊക്കെയുള്ള താരങ്ങൾ അവർക്ക് കൂടുതൽ കരുത്ത് പകരുന്നുണ്ട്. എന്തായാലും അവരുള്ളത് 2ാം സ്ഥാനത്ത്. 1ാം സ്ഥാനത്ത് ഏറ്റവും വലിയ കിരീട ഫേവറേറ്റ്സായിട്ട് ഈ ഒരു പവർ റാങ്കിങ്ങിൽ കണക്കാക്കുന്നത് അർജൻറ്റീനയെയാണ്. എന്തായാലും നിലവിൽ മികച്ച ഫോമിലാണ് അവർ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും ഒടുവിൽ
വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ബ്രസീലിനെ അവർ തകർത്ത് തരിപ്പണമാക്കി. അവർ ഓൾറെഡി ഈ ഒരു വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. അർജൻറ്റീനയ്ക്ക് ലയണൽ സ്കലോനിയുടെ കീഴിൽ ഇത്തവണ കിരീടം നിലനിർത്താനാവുമോ? കാത്തിരുന്ന് കാണാം. എന്തായാലും goal.com നൽകുന്ന പവർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്താണ് അർജൻറ്റീനയുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിന് എത്താം.